പിണറായി വിജയൻ ഗവൺമെൻറ് തുടങ്ങി വെച്ചത് വി ഡി സതീശൻ പൂർത്തിയാക്കുന്നു മാത്രമേ ഉള്ളൂ. രണ്ട് ഗവൺമെൻറ്റും ഇതിൽ താല്പര്യങ്ങളുണ്ട്. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എടുത്ത സന്ദർഭത്തിൽ ഞങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്നും അതുണ്ട്. ഒരു ഭാഗത്ത് ഈ ലഹരിക്കെതിരായിട്ടുള്ള തൂഫാൻ എന്ന് പറയുന്ന ഒരു നടപടിയുമായി സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ വീര്യം കുറഞ്ഞാലും വീര്യം കൂടുതലായാലും ആളുകളെ മദ്യം ഉപയോഗിക്കാനും വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു ലഹരി വിമുക്ത സമൂഹത്തിന് ഗുണകരമാവുക? അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണം. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന സമീപനം അവസാനിപ്പിക്കണം. ഇതിനു പിറകിൽ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. PMC പദ്ധതിയൊക്കെ രാജ്യത്ത് നടപ്പിലാക്കേണ്ട പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമാണ്. കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ പാലിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ആ തീരുമാനമൊക്കെ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. LDF ഗവൺമെൻറ് ഒപ്പിട്ടിട്ടുണ്ട്. UDF ഗവൺമെൻറ് നടപ്പിലാക്കേണ്ടി വരും. ആകെ ഇപ്പോൾ അത് സ്കൂളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലേ ഉള്ളൂ. ഈ അക്കാഡമിക് വർഷം ഈ സ്കൂളുകൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അടുത്ത അക്കാഡമിക് വർഷം മുതൽ കേരളത്തിലെ 200-ലേറെ വിദ്യാലയങ്ങൾ PMC പദ്ധതി ആരംഭിക്കേണ്ടി വരും.